ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന്. ഞാനിപ്പോൾ നാട്ടിലെത്തി. ഡിസംബർ 7 ഞാൻ നാട്ടിലെത്തി. ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് ക്ലിപ്സൊക്കെ എടുക്കണം വിചാരിച്ചാണ്, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്വാറൻറ്റൈനിലായിരിക്കുന്നത്, 4th ഡേ ഓഫ് ക്വാറൻറ്റൈൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. ഞാൻ ഈവനിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് തന്നെ ബെല്ലൈക്കൺ ഓടിപ്പോയി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഈവനിങ്ങിൽ ഇവിടെയൊക്കെ വന്ന് നല്ല കാറ്റായിരിക്കും. ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ. ഈവനിങ്ങൊക്കെ ആകുമ്പോൾ അത്ര ചൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുറേ അതൊക്കെ ഇവിടെ കുറേ മാവുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണിമാങ്ങ കണ്ടോ, കണ്ണിമാങ്ങ. ഇവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, വേപ്പിൻ്റെ ഇല എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നല്ലൊരു സുഖം കേട്ടോ. ഈവനിങ് രാവിലെ അല്ല, ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് നമ്മൾ കരിഞ്ഞു പോവും, ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്വാറൻറ്റൈനിൽ നിൽക്കുന്ന എൻ്റെ ചേച്ചിയമ്മയുടെ വീട്ടിലാണ്, എൻ്റെ അമ്മയുടെ സിസ്റ്ററുടെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മുകളിലത്തെ ഫ്ലോറിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ടെറസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസം. രാവിലെയൊക്കെ വന്നാൽ രാവിലെ ഒന്നും അത്ര വെയിലുണ്ടാവില്ല, നല്ല കാറ്റൊക്കെ ആയിരിക്കും. പിന്നെ ആഫ്റ്റർനൂൺ ടൈമിലായിരിക്കും ഭയങ്കര വെയിലായിരിക്കും. നല്ല സുഖമായിട്ടോ അവിടെ നിൽക്കാൻ. ഈവനിങ് ടൈമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. പിന്നെ ബാൽക്കണിയിലും. അപ്പോൾ നല്ല രസം ഇവിടെ ഇരിക്കാൻ. അപ്പോൾ അവിടെ കണ്ണിമാങ്ങല്ലേ, ഞാൻ കുറേ കല്ലെടുത്ത് എറിഞ്ഞ് നോക്കി, അത് വീടോ നോക്കാൻ, പക്ഷെ വീണില്ല അത്. അതുകൊണ്ട് ഈ കഴിക്കണമെന്നുണ്ട്. മാങ്ങ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ കുറേ പ്രാവശ്യം കല്ലെടുത്ത് എറിഞ്ഞ് നമുക്ക് ഒന്നും കൂടി അപ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് കല്ലെറിഞ്ഞ് നോക്കാം, ഒന്നും കൂടി കിട്ടും നോക്കാമല്ലോ. ഞാൻ കുറേ എറിഞ്ഞ് നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ഓക്കെ അയ്യോ, വേറെ എവിടേക്കോ പോയി. ഒന്നും കൂടി നോക്കി നമുക്ക് ലാസ്റ്റ് ടൈം കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് മാങ്ങയമ്മ കൊണ്ടില്ല, അത് കുഴപ്പമില്ല, നമുക്കത് വലുതായിട്ട് നമുക്ക് പറിക്കാം. അപ്പോൾ പിന്നെ ഞാനും വേറെ ഒന്നും ചെയ്യില്ല. ഇവിടെ കുറേ മാവുണ്ട്, അതിൽ മാത്രം മാങ്ങ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി രണ്ടെണ്ണത്തിൽ മാങ്ങ വരാൻ തുടങ്ങിയിട്ടില്ല. ഇതാണ് കരിവേപ്പിൻ്റെ ഇല. ഇവിടെ നിന്നാണ് കരിവേപ്പിലൊക്കെ എടുക്കാറ്. കുറേ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രഷാണത്. അപ്പോൾ ഞാൻ ഇപ്പം ബാൽക്കണി ഒന്ന് കാണിച്ചത്. ഞാൻ മിക്ക ടൈമും ബാൽക്കണി തന്നെ. അപ്പോൾ നോക്കിക്കോളൂ ബാൽക്കണി. ഇതാ ആ കാണുന്നതാണ് ഗുവാൻ്റെ മരം. പിന്നെ അവിടെ ഗുവൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. നോക്കട്ടെ ആദ്യം. ഇതാ അവിടെ നോക്കുക, അവിടെ 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 ഇതാ കാണാൻ പറ്റുമോ അറിയില്ല നിങ്ങൾക്ക്. ചെറിയ ഗുവ വന്നിട്ടുണ്ട്, മാങ്ങ നോക്കി പറയുന്നത്. അപ്പോൾ ഇനി വേറെ പുളിയുടെ ഒക്കെ മരം ഉണ്ട് കേട്ടോ, കുറച്ചപ്പുറത്താണത്. ഇത് അവിടെ കാണിച്ചതാണ്. ഇത് അവിടെ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ പുളിയുടെ മരമുണ്ട്. അപ്പോൾ എൻ്റെ കസിൻ ബ്രദറ് ഈ ഈവനിങ് ടൈമിലൊക്കെ ആകുമ്പോൾ ഇല്ലേ, ഈ പുളി പറിക്കാൻ വേണ്ടി പോവും. കസിൻ സിസ്റ്റർ ഉണ്ടാവാറുണ്ട്, ചേച്ചി ഉണ്ടാവാറുണ്ട്. ആ ടൈമിൽ അവർ പുളി പറിക്കാൻ പോകും. ഞങ്ങൾ ക്വാറന്റൈനിലാണ്, അപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പുളി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും തരും. അപ്പോൾ ഇടയ്ക്കൊക്കെ പോയി നോക്കും പുളി ഉണ്ടോ. പിന്നെ ചെമ്പരത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും, വെറുതെ കഴിക്കുന്നത് നല്ലത്. ഞാൻ വെറുതെ ഇടയ്ക്ക് കഴിക്കാറൊക്കെ ഉണ്ട്. അതാ ഈ ബാൽക്കണിയിലുള്ള വ്യൂ ആണിത്. അവിടെ മെയിൻ റോഡ്. ഞാൻ രാവിലെ എണീച്ച ഉടനെ ബാൽക്കണിയിൽ തന്നെ വന്നിരിക്കാറ്. എന്നിട്ടാണ് പല്ലേക്കിലൊക്കെ. ബിക്കോസ് രാവിലെ ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ. ഉച്ച ടൈമിലാണ് ഭയങ്കര ചൂടാണ്, നമുക്കിവിടെ ഇരിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ഇതായിരിക്കും. ഒരു ഈവനിങ്ങും ഒക്കെ ആകുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് നല്ല സുഖമാണ്. ഞാൻ മിക്ക ടൈമിലും ഇവിടെ തന്നെയാണ്. ഞാൻ റൂമിൻ്റെ അകത്തേക്ക് അത്ര കയറാറൊന്നുമില്ല.
ടെറസിൽ ഞാൻ അത്രയ്ക്ക് പോകാറില്ല, ഞാൻ പോവും. കൂടുതലും ഞാനിവിടെയാണ്, ബാൽക്കണി തന്നെയാണ്. ഇപ്പം എൻ്റെ കസിൻ ബ്രദർ പുളി പറിക്കാൻ വേണ്ടി പോയേക്കാണ്. അവിടെയാണ് പുളിമരം ഉള്ളത്. പക്ഷേ ഇടയ്ക്ക് താഴെയൊക്കെ അവിടെയൊക്കെ വീണ് നടക്കാറുണ്ട്. അവിടെയാണ് പുളിമരം ഉണ്ടാവാറ്. അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ, പുളിയുടെ ഇലയൊക്കെ ഉണ്ട്. പുളിയൊന്നും കിട്ടിയില്ല തോന്നുന്നു, വരുന്നുണ്ട്. ആദി അപ്പോൾ ഇപ്പോൾ പുളി പറിക്കാൻ പോയില്ലേ, അതാണ് എൻ്റെ ചേച്ചിയമ്മയുടെ മോനാണ്. അദ്വൈത് എന്നാണ് പേര്. ഞങ്ങളെല്ലാവരും ആദ്യം എന്നാണ് വിളിക്കുക. പിന്നെ ചേച്ചിയുണ്ട്, പാവ ചേച്ചി എന്നാണ് വിളിക്കുക. ശരിക്കുള്ള പേര് അക്ഷയ. ആ ചേച്ചി ഷോർട്ട് ഫിലിമിനൊക്കെ ആക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് എങ്ങോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ടെറസിലാണുള്ളത്. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട്, പിന്നെ ഈ ടൈം ആകുമ്പോൾ ഒരു 5 ഡോഗ്സൊക്കെ 5 വിട്ടു കൃത്യം എപ്പോഴും 5 ആണ് ഉണ്ടാവാറ്. ആ റോട്ട് കൂടെ പോകുന്നതാണ്. പിന്നെ പീകോക്സും വരാറുണ്ട് ഈ ടൈം ആകുമ്പോൾ എപ്പോഴും. അപ്പോൾ ഈവനിങ്ങിൽ ലൈക്ക് ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് എനിക്ക് അത്ര ചെയ്യാനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും ഈ ടെറസിലും ബാൽക്കണിയിലും കറങ്ങി നടക്കും. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഒന്നുമില്ല കാണിക്കാൻ. ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്തൊരു കുഞ്ഞു ക്ലിപ്പാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിലേക്ക്. ഞങ്ങൾ അവിടെ നാട്ടിലെത്തി, കോഴിക്കോട് എയർപോർട്ടിൽ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടിയൊക്കെ അങ്ങനെ പോയിരിക്കുകയാണ്, ലൈക്ക് ഫുള്ള് പരന്നിരിക്കുകയാണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മേക്ക് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 6 o'clock ഒക്കെ ഉണ്ടാവും. അപ്പോൾ മേക്ക് എടുക്കുക. അപ്പോൾ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ മേക്ക് എടുക്കൊക്കെ വന്നു. ഇനി ചോറുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.